അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചാഞ്ചാടി കളിക്കുന്ന മനുഷ്യന്റെ ഹൃദയം ഏതു പാപിയായിരുന്നാലും ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഒരു തരി ഈമാനിന്റെ വിത്തുണ്ടായിരിക്കും. ആ വിത്തിനെ തളിർത്തെടുക്കുന്നതിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ വിരചിതമായ സൂഫി ഗീതങ്ങൾ വഹിച്ച പങ്ക് അളവറ്റതാണ്. അത്തരത്തിൽ അബ്ദുൽ ഖാദിർ ഇച്ചാ മസ്താൻ രചിച്ച വളരെ പ്രചാരത്തിലുള്ള ഒരു കാവ്യമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. ഭാഹികമായി ഈ കാവ്യത്തിന്റെ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഈമാനികമായ ഒരു ചൈതന്യത്തെ ലഭ്യമാകുന്ന തരത്തിലല്ല, നേരെ മറിച്ച് മഹത്തുക്കളായ പണ്ഡിതന്മാർ മഹാന്റെ ഓരോ വിരുദ്ധങ്ങളെയും കൃത്യമായി തന്നെ വിശദീകരിച്ചു വെച്ചിട്ടുണ്ട്. ആ ആന്തരിക സാരങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. താമരത്തോട്ടത്തിൽ തായാരി കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടൂ നീ. താമരത്തോട്ടത്തിൽ തായാരി കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടൂ നീ. ചോര പൈതലാകുന്ന കുഞ്ഞിളം പ്രായം മുതൽ തങ്കച്ചി പെണ്ണിനെ, തങ്കച്ചി പെണ്ണ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം സകല പാപങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്ന തങ്കം പോലെ പരിശുദ്ധമായിരിക്കുന്ന മനുഷ്യന്റെ കുഞ്ഞിളം പ്രായത്തിലുള്ള ആത്മാവിനെയാണ്. ആ ആത്മാവിനെ ഒരു വിശ്വാസിയായിക്കൊണ്ട് മനുഷ്യൻ ഉപദേശിച്ചെടുക്കുക. എവിടെ കണ്ടുകൊണ്ടാണ് മനുഷ്യൻ ആ ആത്മാവിനെ ഉപദേശിച്ചെടുക്കേണ്ടത്? താമരത്തോട്ടത്തിലെ തായാരെ കണ്ടിട്ട്. പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമാകുന്ന താമരത്തോട്ടം, ആ താമരത്തോട്ടത്തിന്റെ തായാറാകുന്ന മാതാവാകുന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ കണ്ടുകൊണ്ട് അവിടുത്തെ പഠിച്ചുകൊണ്ട് ആ മനുഷ്യൻ ആ ആത്മാവിനെ ഉപദേശിച്ചെടുക്കുക. എന്ത് ഉപദേശങ്ങളാണ് ആ മനുഷ്യൻ ആ ആത്മാവിന് നൽകേണ്ടത് എന്ന് ഇച്ചാ മസ്താൻ വിശദീകരിക്കുന്നു. മുല്ലമലർ മണം വീശുന്ന ആശിക്കിൻ ആശക്ക് നാശം നീ ചെയ്തിടല്ല. മുല്ലമലർ മണം വീശുന്ന ആശിക്കിൻ ആശക്ക് നാശം നീ ചെയ്തിടല്ല. മാണിക്യതാലിയും മാലയും കണ്ടിട്ട് മാരാനി മങ്കയെ കൊന്നിടല്ല. മാണിക്യതാലിയും മാലയും കണ്ടിട്ട് മാരാനി മങ്കയെ കൊന്നിടല്ല. നിന്നെക്കാളും പ്രണയിക്കുന്ന പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഇഷ്ടങ്ങൾക്കെതിരായിക്കൊണ്ട് നീ ഒരിക്കലും പ്രവർത്തിച്ചു പോകരുത്. ശേഷം പറയുന്ന രണ്ടാമത്തെ ഉപദേശം, മാണിക്യതാലിയും മാലയും കണ്ടിട്ട് മാരാനി മങ്കയെ കൊന്നിടല്ല. ഈ ദുനിയാവിന്റെ സകല സുഖാനുഭൂതിയിലും അഭിരമിച്ചുകൊണ്ട് നിന്റെ മങ്കയാകുന്ന നിന്റെ ആത്മാവാകുന്ന നിന്റെ ശരീരത്തെ നാശത്തിലേക്ക് വിട്ടുകളയല്ല. ശേഷം പറയുന്നു, പുന്നാരക്കുട്ടിന്റെ പുതുമത്തരം കണ്ട പുരുഷാരം കാട്ടണ്ട പുതുമക്കാരാ. പുന്നാരക്കുട്ടിന്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുറപ്പെട്ടു പോകുമ്പോ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട. പുറപ്പെട്ടു പോകുമ്പോ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട. അപ്പൊ
അബുൽ ബിശ്ർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തന്നെ ജഗനിയന്താവായ നാഥൻ പടപ്പുകൾക്ക് വേണ്ടി ധാരാളം ഉപദേശ നിർദ്ദേശങ്ങളെ തന്നു വെച്ചിട്ടുണ്ട്. ആ ഉപദേശ നിർദ്ദേശങ്ങളെ ലംഘിക്കുന്നതിൽ പുന്നാത്തരത്തരങ്ങൾ കാട്ടിക്കൊണ്ട് പുതുമത്തരങ്ങൾ കാട്ടിക്കൊണ്ട് ഒരു പുന്നാരക്കുട്ടി കടന്നു വരുന്നുണ്ട്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അവന്റെ ചീതികളോടൊപ്പം ചേർന്നുകൊണ്ട് മനുഷ്യൻ പുരുഷാരം കാട്ടി അഹങ്കാരിയായി മാറുകയാണ്. എന്നിട്ട് മനുഷ്യൻ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. അവനൊരു യാത്ര വരാനുണ്ട്. അവന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപിരിയപ്പെടുന്ന കഠോരമായ വേദനയാൽ പൊളയുന്ന സമയം. ആ സമയത്തെ വേദനയെ പോലും താങ്ങാനാവാത്ത മനുഷ്യനാണ് പറയുന്നത് അവനൊരു നരിയെന്ന്. ശേഷം പറയുന്നു, മണി കെട്ടി ചാടുന്ന മധുര കണ്ണാടിക്ക് പുരുഷാരം കാട്ടണ്ട മഹിമക്കാരാ. മണി കെട്ടി ചാടുന്ന മധുര കണ്ണാടിക്ക് മതം പൊട്ടി കാട്ടുന്ന മഹിമക്കാരാ. മണിമുത്ത് കോർക്കുന്ന കുതിര പൊണ്ടാട്ടിക്ക് കുറവേറ്റല്ല ഗുരു മുഹിയദ്ദീനെ. മണിമുത്ത് കോർക്കുന്ന മധുര പൊണ്ടാട്ടിക്ക് കുറവേറ്റല്ല ഗുരു മുഹിയദ്ദീനെ. ഈ ദുനിയാവിന്റെ ചുറ്റുപാടുകളിലും മനുഷ്യനെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം മധുര കണ്ണാടികളുണ്ട്. ഈ മധുര കണ്ണാടികളിലെല്ലാം വിഷമാണ് സൂലിക്കുന്നത് എന്ന സത്യത്തെ തിരിച്ചറിയാതെ മനുഷ്യൻ തെറ്റിലേക്ക് ചായ്ന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ശേഷം കവി ആത്മഗതമെന്നോണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാവലിനെ തേടുന്നുണ്ട്. മറ്റൊരു അഭിപ്രായ പ്രകാരം തന്റെ ആത്മീയ ഗുരു ഷെയ്ഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്തിൽ അടിയുറച്ചു നിൽക്കാനും അവിടുത്തെ പൂന്തോട്ടത്തിൽ നിന്ന് നുകർന്നു കൊണ്ടേയിരിക്കാനും നാഥൻ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.